ഈ തറാവീഹ് എന്ന് പറയുന്നത് ഒരുമിച്ച് നീയത്തെറ്റാൽ മതി, ഓരോ വേറെ വെക്കണമെന്നാണ് സംശയം. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. തറാവീഹിന്റെ നെയ്യത്ത് ഒരാള് തുടക്കത്തിൽ തന്നെ 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ആ 11നും പിന്നെ വീണ്ടും 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 പുതുക്കേണ്ടതില്ല. അതേസമയം 11 റക്അത്ത് നിസ്കരിക്കുന്നതിനിടയിൽ 2 റക്അത്ത് ഇമാമിനെ നിസ്കരിച്ച് തുടങ്ങി ആ നിലക്ക് നമുക്ക് അതിന്റെ ഇടയ്ക്ക് വല്ല മൂത്രയിക്കാൻ പോകാനോ അല്ലെങ്കിൽ വീണ്ടും വുളൂ പുതുക്കാൻ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴേക്കും ഇമാം എന്തായിട്ടുണ്ട്, 1 റക്അത്ത് കഴിയുകയോ അല്ലെങ്കിൽ 2 റക്അത്ത് കഴിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും തുടരുമ്പോൾ വീണ്ടും അവിടെ ആ നിയ്യത്തിനെ പുതുക്കുകയാണ് വേണ്ടത്. എത്രയാണോ ബാക്കിയുള്ളത് അതിനെ പുതുക്കണം. അതല്ല ഓരോ ഈ 2 റക്അത്തിലും ഒരാള് ഈ 2 റക്അത്ത് രാത്രി നിസ്കാരത്തെ നിസ്കരിക്കുന്നു എന്നുള്ള നിലക്ക് കരുതുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ 2 രീതികളും ആ വിഷയത്തിൽ സ്വീകരിക്കാവുന്നതാണ്. ഏതാണോ സ്വീകരിക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള നിയ്യത്തുകൾ മാറുമെന്ന് മാത്രം. അഥവാ ഒന്നിച്ച് നിയ്യത്ത് വെച്ചാൽ ഓരോന്നിനും പിന്നീട് നിയ്യത്ത് കരുതേണ്ടതില്ല. അതല്ല ഓരോ ഈ 2 റക്അത്തിനുമാണ് കരുതുന്നത് എങ്കിൽ പിന്നെ ഒന്നിച്ച് കരുതേണ്ടതുമില്ല. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഓക്കെ, വ്യക്തമായല്ലോ. വേറെ വേണ്ട. എങ്ങനെ ഒന്നായിട്ട് 11 ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന 11 റക്അത്ത് എന്ന് പറഞ്ഞാൽ വീട്ടറിന് വേറെ ഒന്നും വേണ്ട, ഒക്കെ അതിൽ പെട്ടു. അതെ, എല്ലാത്തിനും സെപ്പറേറ്റ് വേണ്ട, എല്ലാ ഒരുമിച്ചൊന്നും നിയ്യത്ത് ചെയ്താൽ മതി. 11 റക്അത്ത് നിസ്കരിക്കണം അല്ലേ? അതെ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.